ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. ഒരുപാട് സാധനങ്ങളിൽ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല കിടിലനായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ പച്ചമാങ്ങയുടെ സീസണൊക്കെ ഇല്ലേ ഇപ്പോൾ. പച്ചമാങ്ങ വെച്ചിട്ട് നല്ലൊരു ചമ്മന്തി നമുക്ക് ഈ ഒരു ദോശയുടെ കൂടെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. എന്താണ് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്കിത് ആ വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒരു ചമ്മന്തി റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ ചേർക്കാത്ത ചമ്മന്തിയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ മീഡിയം സൈസുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ളത് എടുക്കണ്ട കേട്ടോ, മീഡിയം സൈസുള്ള മതി. ഒരു 5-6 ദോശയൊക്കെ നമുക്ക് ഈ ഒരു ചമ്മന്തി വെച്ചിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ചെറിയൊരു പീസ് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മെയിനായിട്ടുള്ള പച്ചമുളകും കൂടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു മാങ്ങയുടെ പകുതി ആട്ടെടുത്തുള്ളൂ. അപ്പോൾ പുളി കുറവാണെന്നുണ്ടെങ്കിൽ മാങ്ങ നിങ്ങൾക്ക് ഒന്ന് മൊത്തത്തിലങ്ങ് എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പുളിയുള്ളതായതുകൊണ്ട് തന്നെ പകുതി എടുത്തിട്ടുള്ളൂ. അതിലേക്ക് 2-3 വറ്റൽ മുളക്, 1 ടീസ്പൂണോളം നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തെടുക്കാം. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ സിമ്പിളായിട്ടുള്ള ദോശ റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അരിയൊക്കെ കുതിർക്കാൻ മറന്നുപോയ സമയത്ത് ഉണ്ടാക്കി ഞാൻ എടുക്കുന്ന നല്ല കിടിലനായിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ ഇത് 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. നമ്മളിത് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 3/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് അതിന് അതുപോലെ തന്നെ അങ്ങ് വെക്കുക. ഇത് 5 മിനിറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിക്കഴിഞ്ഞാൽ ഒന്ന് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. റവയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ചോളം ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് നമ്മൾ മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ കേട്ടോ. വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ പച്ചരി വെച്ചിട്ടും ഗോതമ്പ് പൊടി, മൈദ ഒക്കെ വെച്ചിട്ട് ദോശ ഉണ്ടാക്കാറുണ്ട് അല്ലേ. റവ വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ റവ വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവട്ടെ. അപ്പോൾ സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂണോളം അരിപ്പൊടി ആട്ടോ. നമ്മൾ സാധാരണ നമ്മളെ പത്തിരിപ്പൊടി ഉണ്ടല്ലോ അതാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഈ ഒരു പരുവത്തിലാട്ടോ നമ്മൾ മാവ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. ഇനി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു രീതിക്കാട്ടോ മാവ് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ മാവ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മൾ ഈ ദോശ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാൻ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം നമ്മൾ തീ ഒന്ന് കുറച്ച് കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ നമ്മൾ ദോശ മാവ് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിനൊന്ന് അടച്ച് വെക്കാം. നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10-20 സെക്കൻഡ് ഇതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ടൊന്ന് ആറി കിട്ടുമല്ലോ. ആ ഒരു സമയം വരെ നമുക്ക് ഇതിനൊന്ന് അടച്ച് വെക്കേ. അപ്പോൾ ഇപ്പോൾ ഇതാ ഒരു 10-20 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മുകൾ ഭാഗം നന്നായിട്ട് ആറിയിട്ട് ഏകദേശം ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്കൊരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അധികം വെളിച്ചെണ്ണയൊന്നും വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണോളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം കേട്ടോ. സൈഡ് ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് തിരിച്ചിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. ഒരുപാട് സമയം വെക്കണ്ട, പെട്ടെന്ന് അടിഭാഗം കരിഞ്ഞു പോകട്ടോ. അപ്പോൾ ഒന്ന് മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തിരിച്ചിട്ടതിന് ശേഷം ഇനി ഒരുപാട് സമയം വെക്കേണ്ടയില്ല. ഒരു 5-10 സെക്കൻഡ് മാത്രം മതിയാവും കേട്ടോ. ഒന്ന് കളർന്ന് മാറി വന്നാൽ മാത്രം മതി ആ ഒരു ഭാഗം കൂടിയും. അതിന് ശേഷം നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പം ബാക്കിയുള്ള ദോശയൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് റെഡിയാക്കിയിട്ടെടുക്കാം. പെട്ടെന്ന് അങ്ങ് ആയി കിട്ടുമേ. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ദോശയിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചമ്മന്തി ഉണ്ടല്ലോ, നമ്മൾ പച്ചമാങ്ങ വെച്ചിട്ടുള്ള ചമ്മന്തി, അത് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. രാവിലെയൊക്കെ കറിയൊന്നും ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ ഇത്. കാണുന്ന പോലെ നല്ല കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഉണ്ടാകും. ആ ഒരു പച്ചമാങ്ങൻ്റെ ആ ഒരു പുളിയും. ഇനി നിങ്ങൾക്ക് പച്ചമാങ്ങ നിങ്ങളുടെ കയ്യിലില്ല, മാങ്ങ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പുളി ഉണ്ടല്ലോ കറിയൊക്കെ വെക്കുന്നത്, അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പക്ഷേ ഈ ഒരു പച്ചമാങ്ങ ചേർത്തിട്ടുള്ള ഈ ഒരു ചമ്മന്തി ഈ ഒരു ദോശയിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് കഴിക്കുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് നമ്മൾ പുളിയൊന്നും ചേർത്താൽ കിട്ടുകയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട്
ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.